മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചൂട് ഇത്തവണ മറ്റു ജില്ലകളെ പോലെ ഇടുക്കി ജില്ലയിലും വർദ്ധിച്ചെങ്കിലും ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലടക്കം സഞ്ചാരികൾ എത്തിത്തുടങ്ങി. മൂന്നാർ, വാഗമൺ തുടങ്ങിയ ഇടങ്ങളിലെ വൈകുന്നേരത്തെ തണുപ്പും സഞ്ചാരികൾക്കേറെ ആശ്വാസകരമാണ്. നാട്ടിലെ ചൂട് കാരണം ഒരു രക്ഷയുമില്ലാതെ വന്നതോടെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരികൾ ഈ അവധിക്കാലം ഇടുക്കിയുടെ മല കയറുന്നത്. മൂന്നാർ, വട്ടവട, കാന്തല്ലൂർ മേഖലകളും ഇടുക്കി തേക്കടിയിലും രാമക്കൽമേടും വാഗമണ്ണുമൊക്കെ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകൽ സമയത്തെ ചൂട് ഇടുക്കിയിലും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വൈകുന്നേരവും രാത്രിയും പ്രഭാതം വരെ തണുത്ത കാലാവസ്ഥയാണ്. கிளைமேட் சூப்பராக இருக்குது. இன்றைக்கி நல்லா இருக்குது. ஆக்சுவலாக 2 days ஆச்சு வந்துட்டு. நேற்று வரைக்கும் நல்லா இதுதான் இருந்துச்சு. இன்றைக்கி சூப்பராக இருக்குது ക്ലൈമറ്റ്. ആക്ച്വലി ക്ലൈമറ്റിക്കാக தான் വന്നിരുന്നു. ഞാൻ മൂന്നാർ ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. എല്ലാ ഭാഗങ്ങളും കുറേ എല്ലാം കണ്ടു. ഇവിടെ ചൂടില്ല, ഇവിടെ നല്ല ഗുഡ് ക്ലൈമറ്റ് ഇപ്പോഴത്തെ സീസണിൽ. മൂന്നാറിൽ പകൽ നേരം 20 മുതൽ 25 ഡിഗ്രി വരെയാണ് താപനില. രാത്രി പിന്നീട് നേരം പുലരുന്നത് വരെ 13 ഡിഗ്രി വരെയാണ് കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് മൂന്നാർ. രാവിലെ നല്ല തണുപ്പാണ്. ജാക്കറ്റ് ഇട്ടിട്ട് വരുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വീണ്ടും ജാക്കറ്റ് ഉണ്ട്. നല്ല സുഖം തോന്നി. ചൂട് ഏറ്റവും കൂടുതലുള്ള പാലക്കാട്, മലപ്പുറം, കൊല്ലം, കോട്ടയം, കണ്ണൂർ തുടങ്ങിയ ജില്ലയിൽ നിന്നുള്ളവർക്ക് പുറമെ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുമുണ്ട്. സംസ്ഥാനം കനത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ അല്പം ആശ്വാസത്തിനായി മൂന്നാറിന്റെ കുളിരി തേടിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടുകയാണ്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.